ഹായ്. അങ്ങനെ നമ്മൾ അടുത്ത ഗോവയിലെ കൊല്ലങ്കോടിലുള്ള അടുത്ത ഡെസ്റ്റിനേഷനിലെത്തിയിട്ടുണ്ട്. അതായത് കൊല്ലങ്കോടിൽ ഇപ്പോൾ നമ്മൾ കണ്ടത് ബീച്ചിൻ്റെ താഴെയാണ്. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. വ്യൂ പോയിൻ്റ് മീൻസ് നല്ല ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഇങ്ങോട്ടാണ്, കൊല്ലങ്കോട് ബീച്ച് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആദ്യത്തെ ഒരു ബ്യൂട്ടി നല്ലൊരു ഫ്രെയിമിൽ കൂടെ കാണിക്കാം. നൈസല്ലേ? അത് നല്ല ഭംഗിയല്ലേ? എങ്ങനെയുണ്ട്? നല്ല നൈസ് ബ്യൂട്ടി അല്ലേ? നമ്മളിപ്പോൾ അതിൻ്റെ താഴെ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഒരു എപ്പിസോഡിലെടുത്തത്. നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ. എന്താ അതിമനോഹരം എന്ന് വെച്ചാൽ അതിമനോഹരമായ ദൃശ്യങ്ങളാണ്. വേണ്ട ആ ഫ്രെയിം വേണ്ട, വേണ്ട, എന്താ രസം നോക്കി. ഇനിയും കാണാൻ ഒത്തിരി ഉണ്ട് അവിടെ. ഓരോ സൈഡിലേക്ക് മാറ്റി വയ്ക്കുമ്പോൾ ഓരോ ഫ്രെയിമാണ്. നല്ല രസമുള്ള ഫ്രെയിംസാണ്. ഇനി അവിടെ കണ്ട കടലിൻ്റെ അവിടെ, അല്ലെ കടലിലേക്ക് ഇറങ്ങി കിടക്കുന്ന ബോട്ടുകളുടെ ഇത് ഇനി രസം കാണിക്കട്ടെ. ആ ബോട്ടിൻ്റെ എൻട്രി കണ്ട ഇങ്ങനെ പോണു. അവളവൻ ഞങ്ങളുടെ ഉപ്പും നമ്മുടെ ആകാശത്തിൽ ജെറ്റ് പോയതിന് ശേഷമുള്ള ലൈൻ പോലെ ഉണ്ടല്ലേ. എന്ത് എടുക്കലാണ് എടുക്കണം നോക്കി. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്ട്രീം വൈഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നൈസല്ലേ? ഇനി നമ്മളിവിടെ ഒരു ഡെസ്റ്റിനേഷൻ കാണിച്ചു തരാം. അടുത്തൊരു ഡെസ്റ്റിനേഷൻ ഇപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നല്ലേ, ആ ബീച്ചിൻ്റെ അങ്ങോട്ടാണ് ഇനി നമുക്ക് പോകാനുള്ളത്. അത് ഇതാണ്. കണ്ടോ എന്താ ജനമല്ലേ? രസമല്ലേ ബ്യൂട്ടി? അത്ര മനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മൾ വന്ന് നിൽക്കുന്നതെന്ന് നോക്കി. തുമ്പികൾ പറക്കുന്നു. വൈഡിൽ കാണിക്കാം, ഇഷ്ടം പോലെ തുമ്പികൾ. വേണ്ട, മനോഹരമല്ലേ നോക്കി? എത്ര മനോഹരമാണെന്ന് നോക്കിയ സ്ഥലം അല്ലേ? അപ്പോൾ ഇതുപോലെ ഭയങ്കര മനോഹരിതയുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇവിടെ. നമ്മൾ ആ വഴിയിലൂടെയെല്ലാം ചോദിച്ചും പറഞ്ഞും അന്വേഷിച്ചും പിടിച്ചുമായിട്ട് നമ്മൾ കണ്ടെത്തി പോകും. നമ്മുടെ നാട് പോലെ ഇരിക്കുന്നുണ്ടല്ലേ. നൈസല്ലേ?
മലയാണ്, പക്ക മല. വേണ്ട ലാൻഡ്സ്കേപ്പ് വേണ്ട. നമുക്കിവിടെ അടുത്ത് വേറൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമുക്ക് ആ വ്യൂ പോയിൻറ്റിലേക്കൊന്ന് യാത്ര ചെയ്യാം. മനോഹരമായൊരു വ്യൂ പോയിൻ്റാണ്. ഇതാണ് അടുത്ത വ്യൂ പോയിൻ്റ്. ഇതിലേ ഇറങ്ങി അങ്ങോട്ട് ചെല്ലാനുള്ള വഴിയുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ബൈക്കിന് വന്നേക്കണോണ്ട് ഭയങ്കര രസമായിട്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഇവിടുന്ന് ഒരു വ്യൂ പോയിൻ്റ് കൂടിയുണ്ട്. ആളുകൾ വന്നാൽ കാണുന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതിലേക്ക് നമുക്ക് പയ്യെ ചുവട് വയ്ക്കാം. ഇതാണ് ആ വ്യൂ പോയിൻ്റ്. നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ട ഇതിനേക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു പ്രതീതി. വേണ്ട, അതൊരു ലൈറ്റ് ഹൗസാണ്. ലൈറ്റ് ഹൗസ് എന്ന് വെച്ചാൽ ഇപ്പോൾ രാത്രി കപ്പലുകൾക്ക് ദിശ കാണിക്കുന്ന ഒരു ചെറിയ ലൈറ്റ് പോയിൻ്റാണത്. അതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. അപ്പോൾ നമ്മൾ കണ്ട കാഴ്ചകളിൽ നിന്നും എത്രമാത്രം വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇന്ന് ഞാൻ സഞ്ചരിക്കുന്ന ഇതാണ്. ഇതിനിപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് നമുക്ക് അറിയാവുന്ന ഹർഷ എന്ന് പറഞ്ഞിട്ടൊരാൾ, പുള്ളിക്കാരൻ നമ്മളിന്ന് അറേഞ്ച് ചെയ്ത് തന്നാണ്. അപ്പോൾ എനിക്ക് ഒരു ദിവസത്തേക്ക് 400 രൂപയാണ് ബൈക്കിന്. പിന്നെ പെട്രോൾ അടിച്ചോളും, കൊണ്ടുപോയിക്കോളും. അപ്പോൾ ഇതിൽ വേറെ പ്രത്യേകത വെച്ചാൽ നമുക്ക് കുറച്ചൊക്കെ വഴി അറിയാമെങ്കിൽ അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ചാൽ ഇവിടെ എല്ലാം റൂട്ട് മാപ്പുണ്ട്. എല്ലാ സ്ഥലങ്ങളിലേക്ക് പോകാനും വരാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കി കണ്ടു പോവുകയാണെങ്കിൽ വളരെ ഈസിയാണ് ഗോവയിൽ വന്നാൽ കറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗോവ അങ്ങനെ വെരി എക്സ്പെൻസീവ് പ്ലേസസ് ഒന്നുമല്ല. ഇപ്പോൾ താമസം സീസൺ അനുസരിച്ച് ഡിപ്പെൻസ് ഓൺ സീസൺ ഡേയ്സ് അനുസരിച്ചും സൺഡേ സാറ്റർഡേ ഒക്കെ അനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും. മറ്റുള്ള ദിവസങ്ങളിൽ വരാണെങ്കിൽ റെൻ്റൊക്കെ കുറവുണ്ട്, കുഴപ്പമില്ല. അതായത് ഇവിടെ 800 രൂപ മുതൽ അവൈലബിളാണ് വാടകയ്ക്ക് സ്ഥലങ്ങൾ. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തു നിന്നും നമ്മളൊരു സൈൻ ഓഫ് എടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ബ്യൂട്ടിയിൽ നിന്നും നമ്മൾ ഒരു സൈൻ ഓഫ് എടുക്കുന്നു. ഓക്കേ, ബൈ.